ഗുഡ് ഈവനിങ്. മാറ്റിനി ട്രിബ്യൂണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രത്യേകതയുള്ളൊരു ദിവസം. 2023 അനേകം അനുഭവങ്ങൾ നൽകി കടന്നു പോകുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ 2023 കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വളരെയധികം ചിന്തിക്കാനും ആലോചിക്കാനും സന്തോഷിക്കാനും സ്വല്പമൊക്കെ പരിഭവപ്പെടാനും ഒക്കെ ഉണ്ട് എന്ന് വേണം ചിന്തിക്കാൻ. അപ്പൊ ആ ഒരു വെളിച്ചത്തിൽ ഇന്നത്തെ പാട്ടുവിശേഷങ്ങൾ മ്യൂസിക് തെറാപ്പിയിൽ തീർച്ചയായിട്ടും ആ വിടവാങ്ങലിനെ കുറിച്ചൊക്കെ ഉള്ള ചില പാട്ടുകളൊക്കെ പാടി മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പാട്ടുവിശേഷം കൂടുതൽ അർത്ഥപൂർണമാകും എന്ന് നമുക്ക് ചിന്തിക്കാം. 2023 കുറിച്ച് ഓർത്ത് നമ്മുടെ പാട്ടുവിശേഷത്തിലേക്ക് കയറാം. അപ്പൊ ഇന്ന് പാട്ടുവിശേഷങ്ങൾ നയിക്കുന്നത് ജോസഫ് ജോൺ സാറാണ്. എങ്കിലും ലഹനാൻ സാറ് 2023 കുറിച്ച് ഒന്ന് ജസ്റ്റ് പറഞ്ഞ് നമുക്ക് സെഷനിലേക്ക് കടന്നു വരാം. ലഹനാൻ സാർ പ്ലീസ്. സാർ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരു യാത്രയുടെ അവസാനമാണ് 2023 എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. യാത്ര അവസാനിക്കുമ്പോൾ വിഷമം സാധാരണ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ സാറാ മലയിൽ പോയി യാത്ര അവസാനിപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നു. ആ ടവറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒന്ന് പുറകോട്ട് നോക്കാനുള്ള ഒരു ആശ, ഈ ആശ തന്നെയാണ് നമ്മളെ വളർത്തിക്കൊണ്ടുപോകുന്നത്. അത് അടുത്ത നിമിഷം മറ്റൊരു പ്രത്യാശയിലേക്കുള്ള യാത്രയാണ്. 2024 നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് നാം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. മാത്രമല്ല 2023 കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കും. കഴിഞ്ഞ കാലഘട്ടത്തെ ആ ഒരു വർഷക്കാലം ഞാൻ എവിടെയായിരുന്നു, ഞാൻ എന്തായിരുന്നു, എന്തെല്ലാം അനുഭവങ്ങളാണ് എന്നിലൂടെ കടന്നുപോയത്. ദുർഘടാവസ്ഥയും സന്തോഷാവസ്ഥയും ഒക്കെ ഇടകലർന്ന് മുന്നോട്ട് പോയ ഒരു വർഷമായിരുന്നു 2023 എന്നുള്ളത് ചിന്തിച്ചാൽ 2024 സന്തോഷകരമാകുമെന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവും. 2023 നാം അപ്രതീക്ഷിതമായി പലതും കേട്ടു, കണ്ടു, അനുഭവിച്ചു. അത് നമുക്ക് മുതൽക്കൂട്ടാവണം. ആ മുതൽക്കൂട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് മറ്റുള്ളവർക്ക് അടുത്ത നിമിഷം കൊടുക്കാൻ, ഇന്നലെ കൊടുത്തതിൽ നിന്ന് വ്യത്യസ്തമായി കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും സൂക്ഷിക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രം പങ്കുവെച്ചുകൊണ്ട് 2024 സന്തോഷത്തോടെ വിട പറയുകയും 2024 പ്രത്യാശയോടെ വരവേൽക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും മംഗളങ്ങൾ നേരുന്നു. സർ. ഓക്കെ, ജോസഫ് സാർ. താങ്ക് യു സാബു സാർ, താങ്ക് യു ലഹനാൻ സാർ. നമുക്ക് ആരംഭിക്കാം. സർവേശ്വരന് സ്തുതി. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ സാരഥി സാബു കേരളം സാറിനും ലഹനാൻ സാറ്, ജോർജ് സാറ്, റോയ് സാർ ഉൾപ്പെടെയുള്ള ഗുരുജനങ്ങൾക്കും സന്നിഹിതരായിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും നമസ്കാരം, സ്വാഗതം. നമുക്ക് ആരംഭിക്കാം. യഥാർത്ഥത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ലഹനാൻ സാറിന്റെ ആ ഒരു എന്താ പറയുക, മധുരകരമായ ഒപ്പം ആശയഗംഭീരമായ ആ വചനങ്ങൾ കേട്ടുകൊണ്ട് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. 2023 എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹം വിലയിരുത്തുകയായിരുന്നു. തീർച്ചയായും ജീവിതം എന്ന് പറയുന്നത് സമ്മിശ്ര പ്രതികരണം ഉണ്ടാക്കുന്ന ഒരു യാത്രയാണെങ്കിലും നമ്മളെപ്പോഴും ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. അപ്പോൾ സാറിൻ്റെ ആ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലായി എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് സാറെന്ന്. പോസിറ്റീവ്സിനെ മാത്രം കാണുക, മറ്റത് നെഗറ്റീവ്സ് വരുമ്പോൾ അവിടെ തടഞ്ഞ് വീഴാതിരിക്കുക. അതും നമുക്ക് അതിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ്. അതൊക്കെ ഒരു ലേണിംഗ് പോയിന്റ് ആക്കി കണ്ടു ഇങ്ങനെ പോവുക എന്നുള്ള ഒരു പോളിസിയാണ് സാർ എടുക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളൊക്കെ ആ ഒരു രീതിയിലാണ് നമ്മുടെ ജീവിതത്തെ കാണുന്നത്, ജീവിതയാത്രയെ കാണുന്നത്. നമ്മളിന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുമെന്ന് പറഞ്ഞിരുന്നത്. ഞാനൊരു 2 വരി പാട്ട് പാടിക്കൊണ്ട് തുടങ്ങും. ഒരു മലർ കൊണ്ടു നമ്മൾ ഒരു വസന്തം തീർക്കും,
ഒരു തിരി കൊണ്ടു നമ്മൾ ഒരു കാർത്തിക തീർക്കും. പാലവനം ഒരു പാൽക്കടലായി അലചാത്തിടുമനുരാഗമ പൂമാനത്തിൻ താഴെ. നിങ്ങൾക്കറിയാം പാട്ട് ഏതാണ്? പാടാം, നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം, പാടിപ്പതിഞ്ഞ ഗാനം, പ്രാണനുതിരും ഗാനം. ഗാനം പാടാം, നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. Let us sing the song of love. Let us play the tune of love. Let us share the pangs of love. സ്നേഹത്തിന്റെ വിരഹങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. Pangs of love. Let us wear the thorns of love. സ്നേഹത്തിന്റെ മുൾക്കിരീടങ്ങൾ കൂടി അല്ലെങ്കിൽ മുള്ളുകൾ കൂടി നമുക്ക് അണിയാം. എത്ര മനോഹരമായ വലിയൊരു ആശയം ഏതാനും വരികളിലൂടെ പകർന്നു എന്നുള്ളതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യം. ആക്ച്വലി വാട്ട് ഹാപ്പൻഡ് ഹിയർ? എന്താണ് സംഭവിച്ചത്? ഞാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും ട്രൈ ചെയ്യുന്നത് തെറ്റിക്കോട്ടെ. ആർക്കും ഒന്നും പറയാനില്ലേ? സാധാരണ പ്രതികരിക്കുന്നത് രാജു ഫിലിപ്പ് സാറാണ്, അല്ലെങ്കിൽ സാബു സാറാണ്. എന്തെങ്കിലും പറഞ്ഞോളൂ. എന്താ സാറേ ചോദിച്ചത്? ഞാൻ ഈ 4 വരി അല്ലെങ്കിൽ 8 വരി പാട്ട് പാടി. ഇവിടെ എന്താണ് ആക്ച്വലി എന്ത് ട്രാൻസാക്ഷൻ ആണ് നടന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് റോയ് സാർ എന്താ പറയുന്നുണ്ട്? ജീവിതം ഒരു സംഗീതമാണ്. സംഗീതമാണ്. മനസ്സ് തുറക്കാൻ ആസ്വദിക്കണം. മനസ്സ് തുറന്നു വരുന്നുണ്ടല്ലേ? പുരാനൻ സാർ എന്താ പറയുന്നത്? ഒരു നഷ്ടവസന്തത്തെ കുറിച്ചുള്ള ഒരു ചിന്തയാണെന്നാണ് എന്റെ തോന്നൽ കേട്ടോ. ഓക്കെ, അല്ല നമ്മൾ അത്രയൊന്നും ഗഹനമായിട്ട് ചിന്തിക്കില്ല. എന്ത് ട്രാൻസാക്ഷൻ ആണ് ഇവിടെ നടന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പാട്ട് പാടിയപ്പോ what happened? Some emotional transaction. You got some emotional vibes. Yes. വരുന്നുണ്ട്. Then actually what happened is communication. അല്ലേ? കുറച്ച് ആശയം. സ്കൂൾ മാസ്റ്ററിലെ ഒരു പാട്ടുണ്ടല്ലോ പണ്ട് 60s നിറഞ്ഞ കണ്ണുകളോടെ. അതൊക്കെ ഇമോഷൻ വളരെ കോരിച്ചൊരിയാണ്. പക്ഷെ നമ്മളിവിടെ ഈ പറഞ്ഞത് ഒരു മലർ കൊണ്ട് നമ്മൾ ഒരു വസന്തം തീർക്കും. ഒരു മലർ കൊണ്ട് ഒരു വസന്തം തീർക്കും എന്നാണ് പറഞ്ഞത്. ഒരു തിരി കൊണ്ട് നമ്മൾ ഒരു കാർത്തിക തീർക്കും. ഒരു തിരി മതി, ഒറ്റ തിരി അല്ലേ? അതിനെ കൊളുത്തി നമ്മുടെയുള്ള അറിവ് പകർന്ന് കൊടുക്കും. ഒരു മലർ കൊണ്ട് നമ്മളൊരു വസന്തം തീർക്കും. ഒരു തിരി കൊണ്ടൊരു കാർത്തിക തീർക്കും. സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ, വിരഹത്തിന്റെ, സ്നേഹത്തിന്റെ വേദനകളുടെ എല്ലാം പാട്ടുകൾ ഷെയർ ചെയ്യാം, പാടാം എന്നാണ് പറഞ്ഞത്. ഇവിടെ ആക്ച്വലി സംഭവിച്ചത്, ഞാൻ ഈ പാട്ട് പാടിയത് കുറെ ആശയങ്ങൾ കൺവേ ചെയ്യുമായിരുന്നു. ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ നടക്കുകയായിരുന്നു. അപ്പോ കമ്മ്യൂണിക്കേഷൻ വളരെ മനോഹരമായിട്ട് ഡയറക്റ്റായിട്ട് ഹൃദയത്തിലേക്ക് വലിയ ആശയങ്ങൾ ഏതാനും വാക്കുകളിലൂടെ, വരികളിലൂടെ പകർന്നു തരാൻ സംഗീതം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷനെ എത്രമാത്രം ഉദാത്തവൽക്കരിക്കുന്നു മ്യൂസിക് എന്നുള്ളതാണ് എൻ്റെ വിഷയം. മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? നമുക്കിനി കമ്മ്യൂണിക്കേഷൻ എന്താണെന്നതിലേക്ക് വരാം. ട്രാൻസ്ഫർ ഓഫ് ഐഡിയാസ്, ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്കോ, ഒരു ഗ്രൂപ്പ് ഓഫ്
കൂട്ടുകാരിലേക്കും ഒക്കെ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നതാണ് അല്ലേ. അതിനെ വളരെ എളുപ്പമുള്ളതാക്കുന്നു, അല്ലെങ്കിൽ സുതാര്യമാക്കുന്നു, ഇമോഷണൽ ആക്കുന്നു. അങ്ങനെ പല രീതിയിൽ മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതിയിലാക്കുവാൻ സംഗീതം കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ജീവജാലങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഉണ്ട്. എല്ലാ ജീവജാലങ്ങളും. മനുഷ്യര് മാൻ കനോട്ട് ഡു വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയം ചെയ്യാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തിയറി കേട്ടിട്ടില്ലേ? നോ മാൻ ഈസ് ആൻ ഐലൻഡ്, നോ മാൻ ഈസ് ആൻ ഐലൻഡ്. അങ്ങനെ ആകാൻ പറ്റില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ദ ഇമ്പാർട്ടിംഗ് ഓർ എക്സ്ചേഞ്ചിങ് ഓഫ് ഇൻഫർമേഷൻ ബൈ കമ്മ്യൂണിക്കേഷൻ പല രീതിയിലുണ്ട്. വെർബലുണ്ട്, നോൺ വെർബലുണ്ട്. അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. ബൈ സ്പീക്കിംഗ്, ദെൻ റൈറ്റിംഗ്, യൂസിങ് അതർ മീൻസ് ഓഫ്, ഇങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അത് 1 to 1 ആകാം, 1 on 1 ആകാം, അല്ലെങ്കിൽ 1 to ഗ്രൂപ്പ് ആകാം, ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആകാം, ഫേസ് ടു ഫേസ് ആകാം, ത്രൂ ഡിവൈസസ് ആകാം. അപ്പോൾ കൂടുതലും നടക്കുന്നത് ത്രൂ ഡിവൈസസ് ആണ് അല്ലേ. മുഖതാവിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. എല്ലാം ടെക്സ്റ്റ് മെസ്സേജും വോയിസ് മെസ്സേജൊക്കെ വിടാൻ മടിയാണ്. കാരണം അതിൻ്റെ പെർഫെക്ഷനെ കുറിച്ചൊക്കെ ചിന്തിച്ച് പലരും അതിന് മുതിരാറില്ല. എന്നാലും ഡിവൈസ് വഴിയാണ് കമ്മ്യൂണിക്കേഷനൊക്കെ ഇപ്പോൾ കൂടുതലും നടക്കുന്നത് നമുക്കറിയാം. മ്യൂസിക് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പീപ്പിൾസ് ലൈഫ്സ്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷനിലാണ് മ്യൂസിക്കിന് എന്തെങ്കിലും റോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മ്യൂസിക് ഏതെല്ലാം കാര്യങ്ങളിലാണ് അഫക്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം. മൂഡിനെ അഫക്റ്റ് ചെയ്യും, ദെൻ കാംനെസ്, ശാന്തത അല്ലേ, ആ ഒരു മൂഡ്. പിന്നെ ഇൻസ്പയർ ചെയ്യും, ഇൻഫ്ലുവൻസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനായിട്ട് മ്യൂസിക് ഉപയോഗിക്കും അല്ലേ. ലോകത്തില് 90% ആൾക്കാരും സംഗീതം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കേൾക്കുന്നവരാണ്, ആസ്വദിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യൂണിവേഴ്സൽ ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് മ്യൂസിക് എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരെങ്ങനെയാണ് ഓരോ സ്കില്ല് പഠിക്കുക. ദ വെരി ഫസ്റ്റ് ടാലന്റ്, ഏറ്റവും ആദ്യത്തെ ടാലന്റ് ഒരു കുട്ടി പഠിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്തായിരിക്കും? പാടാനാണ്, സിംഗിങ് ആണ്. അതെങ്ങനെയാണ് അവർ പഠിക്കുക? എങ്ങനെയാണ്? താരാട്ടുപാട്ട്. വെരി ഗുഡ്. താരാട്ട് കേട്ടാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുട്ടികളെ പാവയെ എടുത്ത് തോളത്തിട്ടുകൊണ്ട് താരാട്ട് പാടുന്ന, അല്ലെങ്കിൽ അമ്മയെ അനുകരിച്ച് മൂളുന്നത്. അങ്ങനെ അവർ പാട്ട് പഠിക്കും. പിന്നെയോ കിളികളുടെ കരച്ചിൽ കേട്ട്, കുയിൽ പോകുമ്പോൾ അതിനൊപ്പം പോകാൻ നോക്കും. അങ്ങനെയൊക്കെ ഒരു കുഞ്ഞ് ഏറ്റവും ആദ്യം കരസ്ഥമാക്കുന്ന ടാലന്റ് സംഗീതമെന്ന്, അല്ലെങ്കിൽ സംഗീതമല്ല, പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യമുണ്ട് സംഗീതത്തിന് കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് അറിയാം. കുട്ടികളെ ഒപ്പിയെടുക്കുന്നതിലെ ഈ ഫ്ലോട്ടിംഗ് പേപ്പർ പോലെ എന്തും ഒപ്പിയെടുക്കുന്ന കഴിവുള്ള സമയമാണ് അവരുടെ. മ്യൂസിക് ആസ് എ വെഹിക്കിൾ ഫോർ കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷനെ കൊണ്ടു നടക്കാൻ പറ്റിയ വെഹിക്കിൾ പോലെ ഉപയോഗിക്കാം എന്ന് പറയും മ്യൂസിക്. ഫോർ അഡ്ജുഡിക്കേറ്റ്, എന്തെല്ലാം കാര്യങ്ങളാണ് മ്യൂസിക് ചെയ്യുന്നതെന്ന് നോക്കുക. ന്യായം പറയും, അങ്ങനെ അത് ശരിയല്ല, ഇത് ശരിയല്ല. നമ്മുടെ കവികളും ഒക്കെ പാട്ടിലൂടെ എന്തെല്ലാം ന്യായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ മ്യൂസിക്കിലൂടെ അഡ്ജുഡിക്കേഷൻ നടക്കും. ദെൻ അഡ്വക്കേറ്റ് ചെയ്യുന്നു, വാദിക്കുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പാട്ടുകളുണ്ട്. പാട്ടുകളിലൂടെ വാദിക്കുന്ന, അല്ലെങ്കിൽ ഒരു കാര്യം സ്ഥാപിക്കുവാൻ വേണ്ടി വാദഗതികൾ ഉന്നയിക്കുന്ന രീതിയിൽ പാട്ടുകളുണ്ട്. അതൊക്കെ നമുക്ക് ഓരോന്നിലേക്ക് നമ്മൾ പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. പോയിന്റ് ഔട്ട് മോറൽ ഡീക്കഡൻസ്,
മോറൽ ഡീക്കഡൻസ് ജീർണത. എന്താണ് മോറൽ ഡീക്കഡൻസ് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ കവികൾ അവരുടെ പാട്ടുകളിലൂടെ, അവരുടെ കവിതകളിലൂടെ, കവിത ഒന്ന് മനോഹരമാക്കുമ്പോഴാണ് പാട്ടാവുക, അല്ലേ? പാട്ടുകൾ ഉണ്ടാകുക, ലിറിക്സ് ഉണ്ടാകുക, ഭാവഗീതങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിലൂടെ അവർ അഡ്വക്കേറ്റ് ചെയ്യുന്നു, പോയിന്റ് ഔട്ട് മോറൽ ജീർണതകളെ കുറിച്ച് വിലപിക്കുന്നുണ്ട് ഒത്തിരി പാട്ടുകളിലൂടെ, ഒത്തിരി കഥകളിലൂടെ. ഇവോക്ക് ഹാർഡ് വർക്ക്, നമ്മളെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കും. സഖാക്കളെ ഉണരൂ, ഉയരൂ, അല്ലേ? അങ്ങനെയൊക്കെയുള്ള ശില്പികൾ നമ്മൾ, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇല്ലേ? ദെൻ ഓണസ്റ്റി, സത്യസന്ധത ഉണ്ടാക്കണം, അല്ലെങ്കിൽ സത്യസന്ധതയുടെ പാഠങ്ങൾ തരുന്ന പാട്ടുകൾ. അതൊക്കെ പാട്ടിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനാണ്, നമ്മളിലേക്ക് ചില ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുന്നു. പിന്നെ സ്റ്റിമുലേറ്റ് മോറൽ ആൻഡ് സോഷ്യൽ ഓബ്ലിഗേഷൻസ്, നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യരുത്. ഉപാസന എന്നുള്ള പാട്ട് വയലാർ എഴുതിയത് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഉപാസന ഉപാസന ഇതു ധന്യമാവൊരു ഉപാസന. അതില് പറയുന്നുണ്ട് മദ്യത്തെക്കുറിച്ചും, അല്ലേ? അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പാട്ടിൽ 2 വരിയിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ഉണരട്ടെ, ഒരു ആഹ്വാനമാണ്. പാട്ടിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ നോക്കൂ. ഉഷസു പോലുണരട്ടെ, ഒരു യുഗചേതന ഉണരട്ടെ, ഉപാസന ഉപാസന ഉപാസന. നോക്കൂ, സത്യം മയക്കുമരുന്നിന്റെ ചിറകിൽ സ്വർഗത്തു പറക്കുമീ നാട്ടിൽ ഇല്ലാത്ത, സ്വർഗത്തു പറക്കുമീ നാട്ടിൽ. മയക്കുമരുന്നിലൂടെ എന്താണ്? സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് സ്വർഗത്ത് പറക്കുകയാണ്, ഇല്ലാത്ത സ്വർഗത്തിൽ, അല്ലേ? അതെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. സ്വപ്നം മരിക്കും ഈ നാട്ടിൽ. ലക്ഷ്യങ്ങളില്ല കുട്ടികൾക്ക്, അല്ലെങ്കിൽ മനുഷ്യർക്ക്. സ്വപ്നങ്ങൾ മരിക്കുകയാണ്, സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്നില്ല, നിരാശ. സ്വർഗസ്വരൂപിയാൻ ശാസ്ത്രം നിർമ്മിക്കും അഗ്നികുണ്ഡങ്ങൾക്കുള്ളിൽ, മനുഷ്യ മനുഷ്യ വലിച്ചെറിയൂ നിന്റെ മുഖം മൂടി, നിന്റെ മുഖം മൂടി വലിച്ചെറിയൂ എന്ന് വയലാർ നമ്മളോട് പറയുന്നു. അപ്പൊ ആ പാട്ട് ഒരു ആഹ്വാനമാണ്. യെസ്, തൊട്ടാവാടി എന്ന സിനിമയിലെ തൊട്ടാവാടി എന്ന സിനിമയിലാണ് വയലാറിന്റെ രചന. സാറാണ് പ്രൊഡ്യൂസ് ചെയ്തത്, ഡോക്ടർ ടി വി ജോസ്. ഇതില് ഒരു സംഗീത സംവിധായകൻ ആരെന്ന് പറയാവോ? ഒരു നിസ്സാരക്കാരനല്ല, സാധാരണക്കാരനല്ല. LPR വർമ്മയാണ്. വെരി ഗുഡ്, LPR വർമ്മ. LPR വർമ്മയുടെ ഏതാനും പാട്ടുകളെ നമ്മൾക്ക് അറിയാവുള്ളൂ, അതൊക്കെ എത്രയോ മനോഹരമാണ്. അതുപോലെ പറന്ന് 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 ചെല്ലാം പറ്റാത്ത ആടുകളിൽ. നമ്മള് വിഷയത്തിൽ നിന്ന് പോകണ്ട, നമുക്കിതിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷന്റെ വാഹകരായി, കമ്മ്യൂണിക്കേഷന്റെ മനുഷ്യനോട് പറയാനുള്ള, സമൂഹത്തിനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി മനോരഥത്തിൽ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു മഞ്ചര് പോലെയാണ് മ്യൂസിക് എന്ന് പറയാം. അപ്പോൾ എന്തെല്ലാമാണ് നമ്മൾ വഹിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സന്തോഷത്തിന്റെ വാഹനം, സന്തോഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ പാട്ടിനോളം നല്ലൊരു വാഹനം വേറെ ഉണ്ടോ? സോറോ സാഗരമേ ശാന്തമാകനീ സാമ്യരാഗം. അങ്ങനെ ദുഃഖം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ദുഃഖഗാനം പാടാവോ? ദുഃഖം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ട് യാത്ര. എല്ലാ ദുഃഖവും എനിക്ക് തരൂ എന്റെ പ്രിയ സഖി പോയി വരൂ. ഇവിടെ പറയുകയാണ് മനസ്സിൽ
അറിയാവോ രാജ ഫിലിപ്പ് സാറേ? പാട്ടറിയില്ല. ഹർഷബാഷ്പം തൂകി എന്നുള്ള നീലാംബരിയിലുള്ള പാട്ടില്ലേ? പാട്ട് പാടിയ സോറോ ആണോ? സോറോ. കാരണം രണ്ടും അവര് ഭാര്യ ഭർത്താക്കന്മാർ ഫസ്റ്റ് നൈറ്റിൽ തന്നെ വേർപിരിയുന്നു. അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് റേഡിയോയിൽ പാട്ട് കേൾക്കുന്നതാണ്. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ, ഏതു സ്വപ്ന പുഷ്പവനം നീ തീർന്നു, ഏതു രാഗകൽപ്പനകൾ നീ മുഴുകുന്നു, പിന്നിലെ വിരഹിയായ കാമുകനോ ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു സഖി, ആരുണർത്തുന്നു. ഹർഷബാഷ്പം വന്നു, ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. അപ്പോ ഏത് വികാരമായാലും, സന്തോഷമായാലും ദുഃഖമായാലും ശാസനയായാലും ഉപദേശമായാലും എല്ലാം വഹിച്ചുകൊണ്ട് സംഗീതത്തിന് കമ്മ്യൂണിക്കേഷൻ ഈസിയാക്കാൻ സാധിക്കുന്നു എന്നുള്ള പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. സംഗീതത്തിന് നാഷണലിസം, ദേശഭക്തി ഗാനങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അല്ലേ? ഒരു പാട്ടിലൂടെ ദേശീയ വികാരം ഇളക്കി രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആൾക്കാരെ ഇറക്കുവാൻ സാധിച്ചു എന്നുള്ളത്. പാട്ടിന്റെ ആ ഒരു മാസ്മരിക ശക്തി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നാഷണലിസത്തിന് അതിലേക്കും നമുക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഒത്തിരി ദേശഭക്തി ഗാനങ്ങൾ നമുക്ക് വേറെ ഒരു എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഗ്ലോബൽ വിഷനാണ് സംഗീതം നൽകുന്നത്. നമ്മൾ പറഞ്ഞു ലോക ഭാഷയാണ്, യൂണിവേഴ്സൽ ലാംഗ്വേജ് അല്ലെ? ഭാഷ ഒന്നും ഒരു വിഷയമല്ല സംഗീതത്തിന്. ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ മിഴി തുറക്കും. അങ്ങനെ ഒരു സ്നേഹദീപമാണ് സംഗീതം. സംഗീതത്തിന് എവിടെയും ഏത് അതിർത്തി ഭേദിച്ചുകൊണ്ട്, ഏത് മനുഷ്യന്റെ ഭിത്തികളെ ഭേദിച്ചുകൊണ്ട് കടന്നു ചെല്ലാൻ സാധിക്കുന്നു. ഗ്ലോബൽ ഗുഡ്നെസ്, ഗ്ലോബൽ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുവാൻ സംഗീതത്തിന്, അല്ലെങ്കിൽ എല്ലാവരും സ്വരുക്കൂട്ടുവാൻ സംഗീതം എന്നുള്ള ആയുധത്തിനുള്ള ശക്തിയുള്ള വേറെ ആയുധം ഇല്ല എന്നാണ് പറയുന്നത്. ടുഡേ വേൾഡ് പ്രോഗ്രസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ, ബൈ കമ്മ്യൂണിക്കേഷൻ, ത്രൂ കമ്മ്യൂണിക്കേഷൻ. എല്ലാ കമ്മ്യൂണിക്കേഷനും ഇന്നത്തെ വളർച്ചയുടെ എല്ലാ അടിസ്ഥാനം. ഓരോ കാലഘട്ടത്തിലും നമ്മൾ പറയും, ഓ എന്ത് കാര്യങ്ങളൊക്കെ എന്ത് എളുപ്പമായി കമ്മ്യൂണിക്കേഷൻ. ഇപ്പോഴോ അത് അതിലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിലപ്പുറേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ്റെ വളർച്ച. ഇനി അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ടൊക്കെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളത് നിങ്ങളൊക്കെ പത്രത്തിലൂടെയൊക്കെ വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇവിടെ സംഗീതത്തിന്റെ നോട്ട്, മ്യൂസിക് ഈസ് എ വേൾഡ് വൈഡ് ഫിനോമിനൻ. എന്താണ് ആക്ച്വലി മ്യൂസിക്? മ്യൂസിക്കിന്റെ ബേസ് എന്താണ്? ട്യൂണാണ്, ടോണാണ്, ട്യൂൺ. നമുക്കറിയാം, ഒരു ടോൺ കേട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ നിർമ്മിക്കുന്ന ടോണുകളാണ് സംഗീതത്തിൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരാളൊരു 15 വർഷത്തിന് ശേഷം എന്നെ വിളിച്ചു. ഇന്നത്തെ December 31 അല്ലേ, അതുകൊണ്ട് ഞാൻ വിളിക്കുകയാണ് ജോജോ എന്ന് പറഞ്ഞു, ജോസഫ് ജോൺ എന്ന് പറഞ്ഞ് വിളിച്ചു. ആ സൗണ്ട് കേട്ടപ്പോഴേ ഞാൻ അതാ മോഹൻദാസ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ആ ടോൺ നമ്മൾ നമ്മുടെ ബ്രെയിൻ റെക്കോർഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അത് റീകളക്ട് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഗീതത്തിൽ എന്താണ് ചെയ്യുക? മ്യൂസിക് is a series of sounds made by instruments or voices in a way that pleases or
എക്സൈറ്റിങ്. നമ്മളെ പ്ലീസ് ചെയ്യുന്നതോ എക്സൈറ്റ് ചെയ്യുന്നോ തരത്തിൽ എന്താണ് മ്യൂസിക്കിന് അല്ലെങ്കിൽ സൗണ്ട്സിന്, ശബ്ദത്തെ അല്ലെങ്കിൽ വോയിസും അതുപോലെ തന്നെ എന്താണ് ഇൻസ്ട്രുമെന്റും ഉണ്ടാകുന്ന മ്യൂസിക്, അതിനെല്ലാം കൂടെ കോർത്തിണക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ മ്യൂസിക് നിർമ്മാണം എന്ന് പറയുന്നത്. നമുക്ക് റിലേഷൻ ഓഫ് മ്യൂസിക് വിത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്കൊന്ന് നോക്കേണ്ടത്. അറേഞ്ചിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ടോൺസ്. കൗശലപൂർവ്വമാണ് മനുഷ്യൻ സംഗീതം നിർമ്മിക്കുന്നത്. ഒരു ടോൺ നമുക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നിയാൽ, ഒരു ട്യൂൺ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നിയാൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, അതിനെ മെച്ചപ്പെടുത്തുകയാണ്. എങ്ങനെ? ബൈ മാനിപ്പുലേറ്റിംഗ്, കൗശലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല സൗണ്ടുകളെ മിക്സ് ചെയ്തുകൊണ്ട്, പല ട്യൂണിനെ മിക്സ് ചെയ്തുകൊണ്ട്, പല ശബ്ദങ്ങളെ മിക്സ് ചെയ്തുകൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണ്. ഇറ്റ് ഈസ് അറേഞ്ചിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ടോൺസ് എന്നാണ് പറയുന്നത്. സംസാരത്തിൽ വോയിസ് മോഡുലേഷനോട് ഈക്വലായി. വോയിസ് മോഡുലേഷൻ നമ്മൾ ഒരേ വോയിസ് പറഞ്ഞു കഴിഞ്ഞാൽ ബോറിംഗ് ആവും. അതേസമയം വോയിസിനെ മോഡുലേറ്റ് ചെയ്ത് സംസാരിച്ചാൽ അതുപോലെയാണ് സംഗീതം. സംസാരം മറ്റുള്ളവർക്ക് സംഗീതമായിട്ട് അനുഭവപ്പെടണം എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മുടെ വോയിസ് മോഡുലേഷൻ പിച്ചിന്റെ അതെ, മറ്റുള്ളവർക്ക് എന്താ പറയാ, ഇമ്പ ആവുന്ന രീതിയിൽ സംസാരിക്കണം. ഒരേ ടോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബോറല്ലേ, അല്ലേ? അങ്ങനെ നമ്മൾ അത് കേൾക്കാൻ ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ വോയിസ് മോഡുലേഷൻ കൊടുത്തുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് അതിൽ ആൾക്കാർ ആകർഷിക്കപ്പെടും എന്നുള്ളതാണ്. അവിടെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, കൗശലം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അതൊന്നും കുഴപ്പമില്ല, നല്ലതിനു വേണ്ടിയല്ലേ, ആർക്കും ദൂഷ്യമില്ല. നല്ല ഒരു കാര്യം നമ്മൾ മനോഹരമാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സൗണ്ടിനെ നമ്മളൊന്ന് മനോഹരമാക്കണം. എന്താണ് ഈ പാട്ടിനുള്ള സോഴ്സസ് എന്തൊക്കെയാണ്? വോയിസിന്റെ സോഴ്സസ് ഒക്കെ എന്ന് പറയാം. സൗണ്ടിന്റെ ഹ്യൂമൻ വോയിസ്, അതൊക്കെയുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ മ്യൂസിക് നിർമ്മാണത്തെ കുറിച്ചാണ് പറയുക. മ്യൂസിക് ഒരു പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മ്യൂസിക് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് മനുഷ്യന്റെ വോയിസ് ഉണ്ട്. ഇൻസ്ട്രുമെന്റ്. വെരി ഗുഡ്. ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്ട്രുമെന്റിൽ നിന്ന് കിട്ടുന്ന മ്യൂസിക്കുകൾ, അവിടെയാണ് നമ്മൾ മാനിപ്പുലേഷൻ ചെയ്യുന്നത് കൂടുതലും. ഒരു നല്ലൊരു ബിറ്റ് കേട്ട് കഴിഞ്ഞാൽ, നമ്മൾ ആകർഷിച്ചു കഴിഞ്ഞാൽ, ഇത് ആകർഷിക്കപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കും, അല്ലേ? റീക്രിയേറ്റ് ചെയ്ത് വീണ്ടും അത് കേൾക്കുമ്പോൾ വീണ്ടും സന്തോഷമാണ് ഉണ്ടാകുക, വീണ്ടും സന്തോഷമാണ്. അത് പഴയ പാട്ടുകൾ, നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കാൻ നമുക്ക് തോന്നുക. ഓക്കെ, ദെൻ ഇലക്ട്രോണിക്സ് സൗണ്ട്, ഇലക്ട്രോണിക്കലി ജനറേറ്റഡ് സൗണ്ടുകൾ. ഹ്യൂമൻ വോയിസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ വോയിസ്, സൗണ്ട്, പിന്നെ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ജനറേറ്റഡ് സൗണ്ട്. Human voice, instrument sound, and electronic sound. When usual sounds are combined, they can produce catchy melody. വളരെ നമ്മളെ ആകർഷിക്കുന്ന, ക്യാച്ച് ചെയ്യുന്ന, നമ്മളെ വശീകരിക്കുന്ന മെലഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെ കൊണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മെലഡി കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാം, തരും. മറ്റുള്ളവരെ സൂത്ത് ചെയ്യുക, ആശ്വസിപ്പിക്കുക, കാം ചെയ്യുക, സൂത്ത് ചെയ്യുക. ദെൻ സ്റ്റിമുലേറ്റ് ഹ്യൂമൻ ബ്രെയിൻ. സ്റ്റിമുലേറ്റ് ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ചിന്തിപ്പിക്കുക, അല്ലേ? ചിന്തിപ്പിക്കുക മാത്രമല്ല, സന്തോഷിപ്പിക്കുക. കാരണം ഹാപ്പി ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്യപ്പെടും പാട്ട് കേൾക്കും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വിഷയത്തിൽ നമ്മൾ തല പോഞ്ഞിരിക്കുമ്പോൾ പാട്ട് കേട്ടാലും അങ്ങനെ മാറ്റം ഉണ്ടാകാനും സാധിക്കും. ഓക്കെ, നമുക്കറിയാം കുട്ടികളൊക്കെ സംഗീതത്തിലൂടെയാണ് പഠിച്ചു വളരുക. then music and songs have a hugely stimulating effect on brains. ബ്രെയിനിനെ എങ്ങനെയാണ് നോക്കാം, മ്യൂസിക് കമ്മ്യൂണിക്കേഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നോക്കാം. മ്യൂസിക് ആക്ടിവേറ്റ്സ് 9 areas of human brain.
9 areas of human brain. അതിലൂടെ എന്തൊക്കെയാണ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞു സന്തോഷം എങ്ങനെയാണ് കിട്ടുക? സന്തോഷം കിട്ടുന്നത് പ്രതീക്ഷകൾ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ്. ചെറിയതായിട്ട് നമുക്ക് തോന്നും, എങ്കിലും ഓരോന്നും ഇപ്പോൾ ഒരു പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആ പാട്ടിന്റെ അടുത്ത ട്യൂൺ ഇങ്ങനെയായിരിക്കും, അടുത്ത വേർഡ് ഇങ്ങനെയായിരിക്കും. നമ്മളൊരു പാട്ട് ഓർക്കുമ്പോൾ അതങ്ങനെ തന്നെ വരുമ്പോൾ വി ഗെറ്റ് ഹാപ്പിനെസ്. പിന്നെ അവിടെ പറയുന്നുണ്ട് അങ്ങനെ ആയില്ലെങ്കിൽ തന്നെ നമുക്ക് പ്രശ്നമില്ല, കാരണം വി ലേൺ ഫ്രം ദാറ്റ്. അപ്പോൾ മ്യൂസിക് കൊണ്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ നമ്മുടെ ബ്രെയിനിന് സാധിക്കുന്നു. ബോഡി ലാംഗ്വേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. മ്യൂസിക് കൊണ്ട് ബോഡി ലാംഗ്വേജ് മാറുന്നുണ്ടോ? ഉണ്ടാവും, ഉണ്ട്. ബിൽഡിംഗ് സെന്റൻസസ്, പാട്ടിന്റെ ലിറിക്സിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത വരി ഇന്നതാകാം, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ നമുക്ക് തന്നെ കൺസ്ട്രക്ട് ചെയ്യാം. നൃത്തം എന്ന് പറയുന്നതല്ലേ വോയിസ് മോഡുലേഷൻ, മ്യൂസിക്കിന്റെ കൂടെ വോയിസ് മോഡുലേഷൻ ചെയ്യുന്ന ബോഡി അതനുസരിച്ച് മൂവ് ചെയ്യാം. റിതമാറ്റിക് മൂവ്മെന്റ് ഇതെല്ലാം കണക്റ്റഡാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ കലകളും സുകുമാര കലകളൊക്കെ കണക്റ്റഡാണ്. സംഗീതവും നൃത്തവും അതിലൂടെ അതിൻ്റെ നമുക്ക് അതിന്റെ ഉപവിഭാഗങ്ങൾ എത്ര ആണ്. കഥകളി അല്ലേ, കൂടിയാട്ടം എല്ലാം മ്യൂസിക്കായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് കലകളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഇംപ്രൂവ്ഡ് കോൺസെൻട്രേഷൻ, നമ്മുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. കീപ്പിംഗ് ഐ കോണ്ടാക്ട്, സീക്വൻസിങ്, ഓരോ താളത്തിൽ ഇപ്പോൾ ഒരു ഇത്ര ടൈം കഴിയുമ്പോഴത്തേക്ക് അത് ആവർത്തിക്കുന്നു അല്ലേ, അങ്ങനെ സീക്വൻസിങ് വരും. അതൊക്കെ നമ്മൾ ആസ്വദിക്കുകയാണ്. ആ സീക്വൻസിങ്ങും ഒക്കെ മനുഷ്യൻ പാട്ട് കേൾക്കുമ്പോൾ ആസ്വദിക്കും. വൊക്കാബുലറി എക്സ്പാൻഷൻ, ഭാവഗീതങ്ങളിലൊക്കെ എഴുതുമ്പോൾ, ഭാവഗീതങ്ങൾ ലിറിക്സ് ഒക്കെ എഴുതുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക? വൊക്കാബുലറി കൂടുകയാണ്. പദങ്ങൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഒക്കെ മാറ്റി മാറ്റി നമ്മൾ ട്രൈ ചെയ്യും. ദേ ക്യാൻ അപ്പീൽ ടു എവരി വൺ. മ്യൂസിക് എല്ലാവരെയും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മ്യൂസിക് ആൻഡ് സോങ്സ് ആർ യൂണിവേഴ്സൽ മീഡിയംസ്, നമ്മളത് പറഞ്ഞു. They aid in the delivery of the most important messages to any type of audience. ഏത് തരത്തിലുള്ള ഓഡിയൻസിനോടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, മെസ്സേജ് കൈമാറാൻ സാധിക്കും മ്യൂസിക്കിലൂടെ. They encourage language development. ഭാഷയുടെ വളർച്ചയ്ക്ക് അല്ലെ, കഴിവിൻ്റെ ഭാഷാസിദ്ധി കൂട്ടുന്നു. ഇതിലേക്ക് നമ്മൾ ഇന്നിപ്പം ഡിസംബർ 31 ആയതുകൊണ്ട് എല്ലാവരും തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മളിത് ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഒന്നുകൂടി കവർ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. They encourage language development. They help overcome stuttering. എന്താണ് സ്റ്റട്ടറിങ്? അറിയാവുന്നതാണ്, എല്ലാവർക്കും പറയാനുള്ള മടി കൊണ്ടായിരിക്കും ഞാൻ പറയാം. സംസാരിക്കാനുള്ള തടസ്സം, സ്റ്റട്ടറിങ്, വിക്ക് അറിയാമല്ലോ. Stuttering is one of the most common causes of communication difficulties and barriers. വിക്ക് വളരെ തടസ്സം ആവാറുണ്ട് കമ്മ്യൂണിക്കേഷനിൽ. Singing slow songs is an effective form of therapy. സ്ലോ സോങ്സ് പാടുക, ഫാസ്റ്റ് സോങ്സ് അവരെ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. സ്ലോ സോങ്സ് പാടുന്നത് ഒരു തെറാപ്പിറ്റിക് യൂസ് ആണ് എന്ന് പറയും ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദിസ് പ്രോബ്ലം. സ്റ്റട്ടറിങ്ങിന് സ്ലോ ആയിട്ടുള്ള, വളരെ എന്താ പറയുക, സ്പീഡ് കുറഞ്ഞ പാട്ടുകൾ പാടുക. സിംഗിങ് റെഡ്യൂസ് സ്റ്റട്ടറിങ് ബൈ മോർ ദാൻ 90%. 90% വിക്ക് ഇങ്ങനെ പാടി പരിശീലിച്ചതുകൊണ്ട്, സ്ലോ പാട്ടുകൾ പാടി പരിശീലിച്ചുകൊണ്ട് മാറിയതായിട്ട് പറയുന്നു. They aid in the control of speech volume. സ്പീച്ചിന്റെ വോളിയം, സ്പീച്ചിന് എന്തൊക്കെയാണുള്ളത്? വോളിയം ഉണ്ട്, ദെൻ സ്പീഡ് ഉണ്ട്.
ഇത് രണ്ടും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. Then better speech മാനേജ്മെന്റിനെ സഹായിക്കുന്നു. ഇംപ്രൂവ്ഡ് മെമ്മറി, ഓർമ്മ. ഇതൊക്കെ എന്താ പറയുക, ബോണസ് ആയിട്ട് കിട്ടുകയാണ് സംഗീതം കേൾക്കുമ്പോൾ, അല്ലെ സംഗീതം നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ, സംഗീതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഒക്കെ കിട്ടുന്നത്, നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ബോണസ് ആയിട്ടാണ് കിട്ടുക. ഇതൊക്കെ ഫ്രീ ആയിട്ട്. മെമ്മറി കൂടുന്നു, ഇംപ്രൂവ്ഡ് മെമ്മറി, അസിസ്റ്റ് ഇൻ എക്സ്പ്രസിംഗ് ഫീലിംഗ്സ് ആൻഡ് സ്ട്രെങ്തനിങ് റിലേഷൻഷിപ്സ്. എക്സ്പ്രസിംഗ് ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സംഗീതത്തെ പോലെ വേറൊരു മീഡിയം വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ സ്ട്രെങ്തനിങ് റിലേഷൻഷിപ്സ്, ബന്ധങ്ങൾ വളർത്തുന്നു. നമുക്ക് അടുത്ത പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പോവാം. കൺക്ലൂഡ് ചെയ്യാണ്. ഓൾ സോഷ്യൽ സിസ്റ്റംസ് റിക്വയർ കമ്മ്യൂണിക്കേഷൻ ടു ഫോം, ഡെവലപ്പ് ആൻഡ് ഫങ്ഷൻ. ഏത് സോഷ്യൽ സിസ്റ്റമാണ്, ഏത് സോഷ്യൽ സിസ്റ്റം ആയാലും റിക്വയർ കമ്മ്യൂണിക്കേഷൻ, അല്ലേ? ഫോം ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഫങ്ഷൻ ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ വേണം. ആ കമ്മ്യൂണിക്കേഷനെ മനോഹരമാക്കുവാൻ സംഗീതത്തിന് സാധിക്കും. It is the tool that connects people and their communities, allows generations to connect, and accumulates and transmits social experiences. Music and songs have evolved into effective tools that enable each of them to function properly. Music and songs, മ്യൂസിക്കും അതുപോലെ തന്നെ പാട്ടുകൾ. മ്യൂസിക് എന്നെപ്പോഴും നമ്മൾ പറയുമ്പോൾ പാട്ടുകളല്ല, ഇറ്റ് ഈസ് ടോൺ, ഇൻസ്ട്രുമെന്റ് മ്യൂസിക് എന്ന് പറയാം. ഇൻസ്ട്രുമെന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രകൃതിയിൽ കേൾക്കുന്നത് മ്യൂസിക്കാണ്. അതിൽ നമ്മൾ ലിറിക്സ് ചേർക്കുമ്പോൾ അത് സോങ് ആയിട്ട് വരും. മ്യൂസിക്കിനും സ്വാധീനിക്കാൻ സാധിക്കും നമ്മുടെ ബ്രെയിനിനെ, ശരീരത്തെ, നെർവ്സിനെയും സെൻസ് ഓർഗൻസിനെയൊക്കെ സ്വാധീനിക്കാൻ സാധിക്കും. അപ്പോൾ സോങ് ആകുമ്പോഴത്തേക്ക് അത് നമ്മുടെ ചിന്തയെയും കൂടെ സ്വാധീനിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മ്യൂസിക് ആൻഡ് സോങ്സ് ഹാവ് ഇവോൾവ്ഡ് ഇൻടു എഫക്റ്റീവ് ടൂൾസ്. നേരത്തെ നമ്മൾ പറയുന്നത് ടൂളിന് പകരം വെഹിക്കിൾ എന്നാണ് പറയുന്നത്, അല്ലേ? ടൂൾസ് ദാറ്റ് എനേബിൾ ഈച്ച് ഓഫ് ദം ടു ഫങ്ഷൻ പ്രോപ്പർലി. എല്ലാം effective tools that enable each of them to function properly. മ്യൂസിക്കും സോങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. മ്യൂസിക്കിനെ സോങ് സപ്പോർട്ട് ചെയ്യുന്നു, സോങ്ങിനെ മ്യൂസിക്കും സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടിനെയും സപ്പോർട്ട് ചെയ്ത് എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുവാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം മ്യൂസിക്കും സോങ്സും ഒക്കെ കമ്മ്യൂണിക്കേഷനിൽ ഒരു വലിയ റോളാണ് ചെയ്യുന്നത്. എത്ര വിഷമമേറിയ ആശയത്തെയും എത്ര വൈകാരികത നിറഞ്ഞ ആശയത്തെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ മ്യൂസിക്കിലൂടെ ആകുമ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇൻട്രോ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇന്നിത് പാട്ടുവിശേഷം അവസാനിപ്പിക്കുകയാണ്. ഇതിൽ തെറാപ്പി ഓൾസോ ഈസ് ഇൻക്ലൂഡഡ്. കാരണം ഇതെല്ലാം തെറാപ്യൂട്ടിക് റിസൾട്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണല്ലോ. അതുപോലെ തന്നെ പിന്നെ മ്യൂസിക്കിനെ എങ്ങനെ നമ്മളിൽ സ്വാധീനിക്കാം, അതുപോലെ തന്നെ ഈ സ്റ്റട്ടറിങ് എന്നുള്ള വിഷമതയുള്ളവർക്ക് എങ്ങനെ മ്യൂസിക് കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ ഇവിടെ പരാമർശിക്കപ്പെട്ടു. നമുക്കിത് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്തത് ഗാന ആലാപനമാണ്. ഇന്ന് 31st ആയതുകൊണ്ട് നമ്മൾ ഇന്നൊരു ഉലഹന്നാൻ സാറിൻ്റെ ഒരു നമ്മളിവിടെ ഓർമ്മ പങ്കുവയ്ക്കൽ നമ്മൾ ആസ്വദിച്ചു. അതിനുശേഷം ഓർമ്മ പങ്കുവയ്ക്കുകയും നമ്മൾ ഇന്ന് പറഞ്ഞിരുന്നത് സംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുന്ന പാട്ടുകളാണ്. അവിടെ സംബോധന ചെയ്യുമ്പോൾ എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അല്ലേ? കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫോർമലായിട്ടുള്ള തുടക്കം സംബോധന ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് ഇന്ന് സംബോധന ചെയ്തുകൊണ്ടുള്ള പാട്ടുകൾ അതാണെന്ന് പറഞ്ഞത്. അതിൽ ധാരാളം പാട്ടുകളുണ്ട്. കുറച്ചൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. നമുക്ക് ആരംഭിക്കാം.
സാറേ സാറേ നമ്മുടെ ഈ വർഷത്തെ വേറെ എന്തെങ്കിലും ഈ വർഷത്തെ ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ തലത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാം. പാട്ടുകൾ പറയുന്നുണ്ടെങ്കിൽ പാടിക്കോട്ടെ. അങ്ങനെ സാർ, കുഴപ്പമില്ലല്ലോ. ഒരു ഗ്രാറ്റിറ്റ്യൂഡിനുള്ള സമയമാണ് 2023. നമ്മളിൽ നിന്ന് പതുക്കെ നീങ്ങി 24ലേക്ക് നീങ്ങിയാണ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് വളരെ ചെറിയ ചുരുക്കി നമുക്ക് 8 മണിക്ക് കൃത്യം അവസാനിപ്പിക്കാവുന്ന കേട്ടോ. ഫിലിപ്പ് സാർ. സാറേ, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്തോത്ര പ്രാർത്ഥന പള്ളിയിലെ ഇതിന്റെ കൂടെ കുർബാനയുടെ കൂടെ അവസാനം സ്തോത്ര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വന്ന് കയറിയേ ഉള്ളൂ. അതാ ലേറ്റ് ആയത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നന്ദി പറയേണ്ട, നമ്മുടെ വിജയങ്ങളൊക്കെ നമ്മുടെ കഴിവാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. എന്നാൽ അത് ദൈവത്തിന്റെ കരുതലാണ്, ദൈവത്തിന്റെ കരുണയാണെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുക. അതേസമയം എവിടെയെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ സന്നിധിയിൽ മാപ്പ് പറയുക. ഇതാണ് ഈ 2023 കുറിച്ച് എനിക്ക് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതായ വർഷത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത്. പിന്നീട് പുതിയ വർഷം 2024 നമ്മുടെ പടിവാതിക്കൽ ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, ചുരുക്കം മണിക്കൂറുകൾ, വിരലിലെണ്ണാവുന്ന മണിക്കൂറുകൾ മാത്രം. അപ്പൊ അതിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്ക് പുതിയതായിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്, റെസൊല്യൂഷൻസ് ഒക്കെ പറയും. അത് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ പരാജയങ്ങൾ പിന്നെയും ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു റെസൊല്യൂഷൻ ആണ്. ബിസിനസ്സുകാരൊക്കെ എവിടെ നഷ്ടം ഉണ്ടായി, എവിടെ ലാഭം ഉണ്ടായി എന്ന് പറയുന്ന സ്റ്റോക്ക് ചെക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി ചെക്ക് ചെയ്യുന്ന സമയമാണല്ലോ ഇയർ എൻഡിങ് എന്ന് പറയുന്നത്. എവിടെയാണ് നഷ്ടം ഉണ്ടായത് ആ നഷ്ടം പിന്നെയും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ കൂടുതൽ ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിലും അതുപോലെ ഇൻവെന്ററി ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വിജയത്തിലേക്ക് കടക്കാം, പുറകോട്ടും മുന്നോട്ടും കണ്ണുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു ദേവന്റെ പേരാണ് ജനുവാരിയസ് എന്ന് പറയുന്നത്. ജനുവാരിയസ് എന്ന് പറയുന്ന ദേവന്റെ, ഗ്രീക്ക് ദേവന്റെ പേരിലാണ്. ആ ദേവന് മുന്നോട്ടും പുറമോട്ടും കണ്ണുകളുണ്ട്. പുറമോട്ട് നോക്കി നമ്മളെ പഴയ ജീവിതത്തെ അവലോകനം ചെയ്യുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, തെറ്റുകളുണ്ടെങ്കിൽ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് കടക്കണം. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് പറയുന്നിരിക്കുന്നത്, ഫർദർ ബാക്ക്വേർഡ് യു ലുക്ക്, ഫർദർ ഫോർവേഡ് യു ക്യാൻ സീ എന്നാണ് പറയുന്നത്. അതുപോലെ ഞാൻ നീട്ടുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ചതായ എല്ലാ നന്മയും ഓർത്ത് നന്ദി പറയുന്നു. പല നന്മകൾ ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും നമ്മളത് ഓർക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരാജയങ്ങളുണ്ട്. ഇത് രണ്ടും സമ്മിശ്രമായിരുന്നു. അതുപോലെ പുതിയ വർഷം അതിൽ പരാജയങ്ങളിൽ നിന്നും വിജയം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വിജയങ്ങളിലേക്ക് കടക്കാൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. ഒരു ചെറിയ പാട്ടിന് 2 ലൈൻ പാടും. പിന്നെ തീർച്ചയായും നമ്മളൊന്നും പിരിഞ്ഞു പോകാനുള്ള ഉണ്ട്. നിറഞ്ഞ കണ്ണുകളോ നിശബ്ദ വേദനയോടെ പിരിഞ്ഞു പോണവരെ, വിധിയുടെ കൈകൾ കറിയില്ലല്ലോ വിരഹവേദന. താങ്ക് യു. ജോർജ് സാർ പറഞ്ഞു. താങ്ക് യു സാർ. സാറേ, ഈ ഡിസംബർ 31 ഇപ്പോൾ ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിച്ചല്ലോ എന്ന് മനസ്സ് നിറഞ്ഞോർക്കുന്ന ഒരു സമയം. ഈ 2023 കഴിഞ്ഞ ഡിസംബർ 31 വലിയ പ്രതീക്ഷകളോടെ വരവേറ്റതാണ്. പക്ഷേ 2023 പലപ്പോഴും ഓർത്തു, ഇനി എന്ത് ചെയ്യും, എന്താകും എന്നൊക്കെ ഒത്തിരി തോന്നിപ്പോയ നിമിഷങ്ങൾ ആ ഡോക്ടറെ കണ്ടുപിരിയുന്ന നേരത്ത്, കിടക്കയിൽ ആയിരിക്കുന്ന നേരത്ത്, അനങ്ങാനും തിരിയാനും ഒന്നും കഴിയാതെ അങ്ങ് ഏറ്റവും ദയനീയമായി പോയ സമയങ്ങൾ പലതുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ വലിയ മോചനം. ഇപ്പോൾ മനസ്സ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് പോലെ, പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു വരുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയമല്ല. ഞാനപ്പോൾ ഇങ്ങനെ ഓർക്കുക, ഈ മാറ്റ്നി ഫ്രീ വെബിനാർ വിങ്സ് ഓഫ് ലൈഫ് കുറച്ച് കാലം മുമ്പ് ഒരു 900-നടുത്ത് നിന്നപ്പോൾ ഞാനിങ്ങനെ ഒരിക്കൽ കണക്കൂട്ടി പറഞ്ഞു, ഡിസംബറിൽ ക്രിസ്മസിനടുത്താണ് 1000 തയ്യുന്നത്. അപ്പോൾ
അതിലും നിറഞ്ഞ മനസ്സും നന്ദിയും പ്രത്യേകം സാബു സാറിനോടും അറിയിക്കണ്ടേ. അതുപോലെ 2024 വലിയ പ്രതീക്ഷകളോടെ കാത്തിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വർഷം എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷവും ആരോഗ്യവും ഈ കേൾക്കുന്ന ഈ വേദിയിലിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ആശംസിച്ചുകൊണ്ട് ഞാനും രണ്ടുപേരും പാടട്ടെ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല പൈങ്കിളി മലർത്തേൻ കിളി, വെയിൽ വന്നു പോയതറിഞ്ഞില്ല പൈങ്കിളി മലർത്തേൻ കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമനെ നീ വരും നാളുമേണിയിരുന്നു ഞാൻ, പൈങ്കിളി മലർത്തേൻ കിളി. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ, വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ജോസഫ് സാറിന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു പാട്ട് പോലും പാടാത്ത ജോർജ് സാർ ഇതേ തകർത്തടി. ഞാൻ ത്രില്ലടിച്ചു പോയി. എന്ത് മനോഹരമായിട്ടാണ് സാർ പാടിയ ലിറിക്സ് ഒക്കെ വളരെ. അതെ സാറേ, ഞാനിത് നോക്കി കണ്ടുപിടിച്ചു. എന്റെ മനസ്സിൽ ഇങ്ങനെ ഈ 1000 തുടങ്ങിയിട്ട് കുറച്ചായി. ഇത് നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് യേശുദാസ് പാടിയ പാട്ട് പോലും. പാട്ടാണ്. അതെ, 2023 ഒരു നക്ഷത്രം അങ്ങനെ ഉദിച്ചുയർന്നിരിക്കുന്നു കണ്ടോ. യേശുദാസ് ഇതാണ് യഥാർത്ഥത്തിൽ സന്തോഷം. 23 ഏറ്റവും വലിയൊരു ഗുണമാണിത്. അതിനകത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് രാജു ഫിലിപ്പ് സാർ പോലും പറയുന്ന കേട്ടില്ലേ, എനിക്ക് രണ്ടുപേരും പാടണം. നമ്മുടെ ജോർജ് അതാണ് ഗുണം. ഇനി നമുക്ക് ജോഷി സാർ കൂടി സന്തോഷം കൂടി. അതുപോലെ ഞാൻ സാബു സാറിനെ ശ്രദ്ധിക്കുകയായിരുന്നു. സാബു സാർ എത്ര എൻജോയ് ചെയ്യുമായിരുന്നു അറിയാം സാർ. ഞാൻ പോകാതിരിക്കുക, ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതാ. ഇത് കഴിച്ചിട്ട് ഞാൻ ഇരുന്നതാ. ഓക്കെ, ജോർജ് സാർ കൂടെ കേൾക്കട്ടെ. ജോർജ് സാർ. താങ്ക് യു ജോർജ് സാർ. വണ്ടർഫുൾ വണ്ടർഫുൾ. ഇപ്പോൾ ഈ സൂമിൽ ഇപ്പോഴായിരിക്കുന്ന, പ്രത്യേകിച്ച് ഭാരതത്തിലായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. കാരണം നമുക്കാണ് ഇന്ന് ഇപ്പോൾ ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസമായിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ ദിവസം നമ്മൾ ഉണ്ടാകുമെന്ന് ഒന്നും നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ആ അവസാന ദിവസത്തിന്റെ അവസാനത്തെ മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ദൈവത്തിനല്ലാതെ മറ്റാർക്കും നന്ദി പറയാനില്ല. ഒരുപാട് നന്മകളാണ് ഈ വർഷത്തിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പല ലോകത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന പലവിധ നല്ല മാറ്റങ്ങൾ, നമുക്ക് ചെറിയ ദുഃഖങ്ങളും വേദനകളും ഒക്കെ പിന്നിലുണ്ടായിരിക്കാം, എങ്കിൽ പോലും ഒരുപാട് നന്മകളുണ്ട്. ഞാൻ ഇന്ന് പ്രഭാതം ഉണർന്നെണീക്കുമ്പോൾ കേട്ടത് ഏതാണ്ട് എൻ്റെ തന്നെ സമകാലികനായിട്ടുള്ള വളരെ ചുറുചുറുക്കോടെ ഇവിടുത്തെ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ആക്റ്റീവായി നടക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചു എന്നുള്ളതാണ്. അപ്പോ വാസ്തവത്തിൽ അയാൾക്ക് ഈ ഡിസംബർ 31 അവസാനം വരെ എത്തിക്കാനായിട്ട് പറ്റിയില്ല. അത് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് നന്മകൾ ഈ വർഷത്തിലാണ്. നമുക്ക് ചന്ദ്രനിൽ പോകാൻ പറ്റിയത്, സൂര്യനിലേക്ക് അതിനെ പഠിക്കാനായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ, അത് വലിയ വലിയ കാര്യങ്ങളാണ്. നമ്മുടെ കൊച്ചു വീട്ടിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഈ വർഷം നടന്നു.
അതും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനെല്ലാം നമുക്ക് നന്ദി പറയേണ്ടതുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ ദിവസങ്ങളെല്ലാം വരുമ്പോൾ ഞാൻ ഇന്ന് ആലോചിക്കുമായിരുന്നു, വാസ്തവത്തിൽ പാട്ട് പാടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെഗ്മെന്റ് പറയുമ്പോഴും ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് സാറ് നമുക്ക് വേണ്ടിയിട്ട് ഈ പാട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആധികാരികമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഈ വാർദ്ധക്യത്തിലേക്ക് പദമൂന്ന് നിൽക്കുന്ന ഇതിൻ്റെ അകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ഭാഗ്യം ലഭിച്ചു. എല്ലാത്തിനും നന്ദി പറയാതെ തരമില്ല, ഞാൻ നീട്ടുന്നില്ല, എല്ലാവർക്കും തിരക്കുണ്ടാകും. അതുകൊണ്ട് ഞാനും ദൈവത്തിന് ഒരു നന്ദി പറഞ്ഞ് രണ്ട് വരി പാടാൻ ആഗ്രഹിക്കുന്നു. സാറേ, ക്യാമറ നേരെ വെക്കാവോ? മുഖം ശരിക്കും കാണുന്നില്ല. ഇപ്പോഴോ? സാറി കാണാം. താന്നിരുന്നാൽ കൊള്ളാം. അല്ലെങ്കിൽ ഞാൻ കൈ പിടിക്കുന്നു. ഞാന് ഇപ്പൊ കാണാം. പുറകോട്ടിരുന്നാ മതി. ദൈവമേ നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനു നന്ദിയേകിടാൻ, അങ്ങു തന്ന ദിനത്തിനു നന്ദിയേകിടാൻ, നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി, ദൈവത്തിന് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു. റോയ് സാർ, അനിൽകുമാർ സാർ, എല്ലാവരും റെഡിയാക്കും. പെട്ടെന്ന് അനിൽകുമാർ സാർ. സാറേ, സമയം ഒട്ടുമില്ലെങ്കിൽ ഞാൻ പറയുകയാണ്, എനിക്ക് ദൈവം ഇത്രയും കാലം ജീവിക്കാൻ അനുഗ്രഹം തന്നു. 10-70 വയസ്സായി. പലരും എന്നിൽ നിന്ന് വിട്ടുപോയി, സഹോദരന്മാരുൾപ്പെടെ. ഞാനിപ്പോഴും ധൈര്യത്തോടും സന്തോഷത്തോടും കഴിയുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഇത്ര നാളും കിട്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം. അടുത്ത വർഷം എല്ലാവർക്കും മനസമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഇനി നമുക്ക് കാണാം. ഇല്ല, പാട്ടുപാടി അവസാനിപ്പിക്കുന്നു. പാട്ടുപാടി അവസാനിപ്പിക്കുന്നു. ഞാൻ രണ്ടേയും പാടാം. 2023 പാട്ട്. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല ആരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുവി, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ഓക്കെ സാർ. ഓ, മനസ്സ് കുളിർത്തു, തണുത്തു. അതായത് അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നന്ദി പറയുക ആണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അതിൽ വലിയ പ്രാർത്ഥനയില്ല. നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടുള്ളതാണ്. അനിൽകുമാർ സാറിൻ്റെയും ജോഷി സാറിൻ്റെയും ഗ്രാറ്റിറ്റ്യൂഡ് സോങ്സ്. ജോഷി സാറിൻ്റെ നമ്മളത് അതിനു മുമ്പേ പരാമർശിച്ച് കഴിഞ്ഞു. ഒരു അർച്ചനയാണ്, ഈശ്വരനെ സമർപ്പിക്കുന്ന താങ്ക്സ്, നന്ദി അല്ലേ. എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മളെപ്പോഴും ഭാഗ്യങ്ങളിലേക്ക് നോക്കണം. എപ്പോഴും നമ്മൾ മടിക്കുന്നതാണ്, നമ്മുടെ ഇല്ലായ്മകളിൽ വെച്ചാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. ഭാഗ്യങ്ങളിലേക്ക് നോക്കും. നമ്മളൊക്കെ ഇപ്പോൾ സംസാരിച്ചവരെല്ലാം ഭാഗ്യങ്ങളെ കുറിച്ചാണ് പാടുന്നത്. 70 വയസ്സ്, അതിലപ്പുറം 80+. ദെൻ വാട്ട്? നമ്മൾ ബ്ലെസ്ഡ് ആണ്. നമ്മൾ ബ്ലെസ്ഡ്. നമ്മൾ പ്രോഗ്രാം അവസാനിക്കാറാകുമ്പോൾ ഞാനൊരു പാട്ട് പാടി നമുക്ക് അവസാനിപ്പിക്കാം. സാറിന് റോയ് സാർ, ഷേർലി മാം. പറയൂ റോയ് സാർ, പറയൂ.
സാറേ, ഒത്തിരി സമ്പന്നം, സന്തോഷവും വിജ്ഞാനപ്രദവുമായ അവസരങ്ങൾ നൽകിയ ഈ മാറ്റിനി വെബിനാറിൽ കഴിഞ്ഞുപോയ കാലങ്ങളിൽ എന്തുകൊണ്ട് ഇതുപോലുള്ള അനുഭവ സമ്പത്തുകൾ നമുക്ക് ഉണ്ടായില്ല എന്ന് തോന്നുന്ന, അതായത് പാട്ടുപാടാനും മറ്റുള്ള പല കാര്യങ്ങൾക്കും പ്രദാനം ചെയ്ത ഈ നിമിഷങ്ങൾ ഇനിയും വരും വർഷങ്ങളിലും ഉണ്ടാകണമേ എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഒത്തിരി ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ വരുത്താൻ ഉപകരിച്ച ഈ വെന്യൂ, അതുപോലെ തന്നെ പല കാര്യങ്ങളും ഷെയർ ചെയ്ത കുറെ വ്യക്തിത്വങ്ങൾ, ഇതെല്ലാം അടുത്ത വർഷവും ഇതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വർഷത്തിന് വിട പറയുന്നു. ഒരു വട്ടം കൂടി എൻ്റെ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഓക്കെ സാർ. ഓക്കെ സാർ. ഇനി ആരുള്ള? ഷെർലി മാം ഉണ്ട്. ഷെർലി മാം പാടൂ. ഈ വർഷം കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ശ്വസിക്കാൻ കിട്ടുന്ന വായുവിന് തുടങ്ങി നമ്മൾക്ക് നടക്കാൻ നമ്മൾക്ക് ദൈവം തന്ന കാലുകൾക്ക് വരെ, കൈകൾക്ക് പ്രവൃത്തി ചെയ്യാൻ തരുന്ന കൈകൾക്ക്, പിന്നെ കൂടാതെ സാബു സാറിന് പ്രത്യേകം, ഇങ്ങനെ പല പല മേഖലകളിൽ കൂടി നമ്മൾക്ക് അറിവ്, ശരിക്കും ആ സമയത്ത് കേൾക്കാൻ പറ്റില്ലെങ്കിൽ യൂട്യൂബിലെ റെക്കോർഡിങ്സ് കേട്ട് പോലും നമ്മൾക്കത് സംതൃപ്തി അടയാം. പല മേഖലകളിൽ, ഇന്ന മേഖലയെന്നില്ല, എല്ലാ മേഖലകളിൽ കൂടി നമുക്ക് അറിവ് പകർന്നാണ് സാബു സാറിന് പ്രത്യേകം നന്ദി. പിന്നെ ഈ സമയം വരെ, ഈ വർഷം വരെ ഇത്രയും നാള് വഴി നടത്തിയ പ്രപഞ്ച സൃഷ്ടാവിന്, നമ്മുടെ സർവേശ്വരന് നന്ദി അർപ്പിക്കുന്നു. ഒപ്പം ഞാനൊരു ഭക്തിഗാനം പാടാം. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെയോ മനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. ഇനി ആരുള്ള? സാറേ എന്നെ കാണാൻ പറയൂ. പറ്റില്ല. ഞാനൊരു കടപ്പുറത്ത് നമ്മളെ നല്ലൊരു ഗാനമേളന്റെ ഇടയിൽ കുറെ സമയമായി ദൂരം ഒരു തെങ്ങിന്റെ അടുത്ത് മാറി നിന്നിട്ട്. അപ്പം എന്തായാലും ഈ എന്താ പറയണ്ടേ, പാട്ടിന്റെ പാലാഴി എന്നുള്ള ഈ സാറുണ്ടല്ലോ, ഭയങ്കര സംഭവം എന്ന് എനിക്ക്, സോറി, ഭയങ്കര എന്നുള്ള വാക്ക് ഉപയോഗിച്ചോളൂ. സാറ് പാടിയില്ല കേട്ടോ. നല്ല സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അതിശയ സാറാണിത്. അപ്പം അതിനിടയിലുണ്ടല്ലോ സാറേ, നമുക്ക് ഈ വർഷം സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയും വരുന്ന വർഷങ്ങളിലും ഇതുപോലെ എന്താ രോഗങ്ങളില്ലാതെ നമ്മള് അമിതാഹാരവും പിന്നെ അധികാഹാരം ഒന്നും കഴിക്കാതെ പിന്നെ നമ്മള് നല്ല രീതിയിൽ വ്യായാമമൊക്കെ ചെയ്ത് നമ്മുടെ
ഇപ്പൊ 120 വയസ്സ് വരെ ജീവിക്കാന്നല്ലേ പറയുന്നത്. 120 വയസ്സ് വരെ ജീവിക്കുന്ന രീതിയിൽ നോക്കണം. പിന്നെ എല്ലാവരും എല്ലാ മേഖലകളും ജ്വലിച്ചു നിൽക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ അവസാനം നമ്മള് 31 ഇങ്ങനെ ഡിസംബർ 31 പുതിയ വർഷം വരുമ്പോഴത്തേക്ക് അവസാന പരിപാടി പാട്ടിൻ്റെതായതുകൊണ്ട് മനസ്സ് കുളിർക്കുകയാണ് സാർ എല്ലാരും. കാരണം എല്ലാവരും പാടുകയാണ്. അപ്പം പിന്നെ ഞാൻ 2 വരി പാടാണ്. ചന്ദ്രകളഭം ചാർത്തിയുണരും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. താങ്ക് യു സാർ. എല്ലാവർക്കും പുതുവർഷത്തില് നല്ല ആരോഗ്യം, ആയുസ്സും ഒരുപാട് കാര്യങ്ങളും എല്ലാം നടക്കട്ടെ സാർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു രമാവതി മാഡം. ആ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും എന്നല്ല പറഞ്ഞു, ഉണരും തീരം എന്ന് പറഞ്ഞു. ചാർത്തി ഉണരും തീരം, ചാർത്തി ഉണരും തീരം. അങ്ങനെ അതാണ് നല്ലത്. കാരണം നമ്മൾ ഉണരുകയാണ്, ഉറങ്ങണ്ട, ഉണരുകയാണ്, ഉയരുകയാണ്. അതാണ് വേണ്ടത്. അതുകൊണ്ട് അവസരോചിതമായി ആ പാട്ട് ഞാൻ തുടങ്ങിയപ്പോൾ ഇതെങ്ങനെയാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഉണരും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് വളരെ 100% കറക്റ്റായി. താങ്ക് യു. സന്ദേശത്തിനും എങ്കിലും ഞങ്ങൾ നമ്മളോട് കൂട്ടുകൂടാൻ കാണിച്ച ആ മനസ്സിന് നന്ദി പറയുന്നു. അതുപോലെ ഷെർലി ജോയി മാഡം പാടിയ അതിരുകളില്ലാത്ത സ്നേഹത്തിനും അൺകണ്ടീഷണൽ ലവ്, അതാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. ദൈവം അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പൊ രമാവതി മാഡം പറഞ്ഞ പോലെ നമ്മൾ സ്വയം സ്നേഹിക്കണം. നിന്നെപ്പോലെ തന്നെ എന്ന് പറയുമ്പോൾ നിന്നെ ആദ്യം സ്നേഹിക്കണം, നിന്നെ മറന്നല്ല മറ്റുള്ളവരെ സ്നേഹിക്കണം. പലപ്പോഴും നമ്മളത് തെറ്റിപ്പോകുന്നു. അങ്ങനെ ആ ഒരു നല്ല ആശയത്തിൽ ഊന്നിക്കൊണ്ട് നമുക്ക് പുതിയ വർഷത്തെ വരവേൽക്കാം. സമയം ജാനകി മാഡം ഉണ്ട്. അതുപോലെ സാവസാറും പാടിയിട്ട് ഞാൻ പാടി ജാനകി മാം പാടും. പോയോ? ഇല്ല, ഞാനോടെ ഉണ്ട്. ഞാൻ ഇപ്പം ഗുജറാത്തിൽ വന്നേക്കാണ് സർ. അതെ. അപ്പൊ ഇന്നത്തെ വർഷം 2023 തീരുന്ന ദിവസം ചെയ്താലും എനിക്ക് നിങ്ങളെ കൂടെ കൂടണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് കൂടിയതാണ്. അപ്പം ഒരു നേരമെങ്കിലും വന്നെന്നെ തലോടിയ കുരുന്നിളം കാറ്റേ നീ അങ്ങ് പോയി, അനുവാദം വാങ്ങാതൻ അരികെ വന്നു നീ, ആരൊരു മറിയാതൻ കവിളിൽ തലോടി നീ, ഒന്നും പറയാതെ പോയതെന്തേ, പതിയന്നേരത്തെ പതിവായി നീ വന്നു, പതിമയക്കത്തിൽ എന്നെ തലോടി നീ, ഒന്നും പറയാതെ പോയതെന്തേ, ഏഴഴകുള്ളൊരു മഴവില്ലോ നീ, മനത്തൊരമ്പിളി മാമനോ നീ, മാവിൻ തളിരിനെ തൊട്ടു തലോടിയ കുസൃതിക്കാറ്റേ നീ എവിടെ, എന്നെ ഇക്കിളി കൊണ്ട് പൊതിഞ്ഞ കാറ്റേ. താങ്ക് യു സാർ. എൻ്റെ പുതിയ വരികളാണ്. പിന്നെ എല്ലാവർക്കും ഈ 2021 നമ്മളൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഇതുപോലെ ഒരു ഗാനമേളയിൽ ഒരു പാട്ട് സംഗീതത്തിൽ ഒരുമിക്കാൻ കഴിഞ്ഞ അടുത്ത വർഷം എല്ലാവർക്കും ഇതുപോലെ സന്തോഷവും സമാധാനവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു ദിനമായിരിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും. ഗുജറാത്തിൽ ഒരു കല്യാണത്തിന് വന്നേ സർ, എന്റെ സഹോദരന്റെ.
ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഊഴമാണ്. എന്നെ സംബന്ധിച്ചോളം 2023 വളരെ നല്ലൊരു വർഷം, വളരെ നല്ലതെന്ന് വെച്ചാൽ എല്ലാം പോസിറ്റീവായിട്ട് തന്നെ കാണുക, നെഗറ്റീവ് ഇല്ലായികയൊന്നുമില്ല. നമ്മൾ പറയത്തില്ലേ, വിന്നർ എന്ന് പറയുന്ന ആ ഒരു ട്രാൻസാക്ഷൻ അനാലിസിസിൽ വിന്നർ എന്ന് പറയുന്ന ആ ഒരു ആൾ പുറകോട്ട് ഒന്നും നെഗറ്റീവായിട്ട് ഒന്നുമില്ല. എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടോ അതെല്ലാം പുതിയ അനുഭവങ്ങളാക്കി മാറ്റുകയാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മളെ കഥയിൽ ഉണ്ടൊരു കാര്യം, അത് ജോഷി സാറിന്റെ ഒരു വലിയ സംഭാവനയാണ്. ജോഷി സാറാണ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. അതിനുശേഷം ജോസഫ് ജോൺ സാർ കണ്ടപ്പോഴാണ് നമ്മൾ പാട്ടിലൂടെ ഒരു യാത്ര, അത് വളരെ ഇഫക്റ്റീവ് ആണെന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായിട്ട് തന്നെ എനിക്കത് വളരെ ഇഫക്റ്റീവാണ്. കാരണം അത്രമാത്രം പാട്ടുകൾ നമ്മൾ പഠിച്ചു. വേണമെങ്കിൽ പാടാം, എങ്കിലും പബ്ലിക് വേദിയിലേക്ക് പാടാനുള്ള ഇത് എത്തിയിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ലിറിക്സ് അറിയില്ലാത്തതുകൊണ്ട് അപ്പൊ അത്രമാത്രം മനോഹരമായി. അത് തന്നെയല്ല, നമ്മള് ഡിസംബറിൽ 25-ന് 1000 ദിവസം ആഘോഷിച്ചപ്പോൾ മുഴുവൻ പാട്ടായിരുന്നു. അപ്പൊ പാട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകതയുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പൊ ജോസഫ് ജോൺ സാറിന് പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ മാറ്റി ഫിൽബനാറിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പൊ നമുക്കും ഓർമ്മകളെയൊക്കെ ഒന്ന് ചെകഞ്ഞെടുക്കാം. ഓർമ്മയിലൊരു ശിശിരം, ഓമനിക്കാനൊരു ശിശിരം, ഇലവിരൽ തുമ്പുകളിളമഞ്ഞുതിരും തളിർമരച്ചില്ലകളിൽ തഴുകി വരും തെന്നലിനും കഥ പറയാനൊരു ശിശിരം, ഓർമ്മയിലൊരു ശിശിരം, ഓമനിക്കാനൊരു ശിശിരം. ഓക്കെ, അപ്പൊ 23-ന്റെ ഈ സായാഹ്നത്തിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മനോഹരമായ 2024-ന്റെ പ്രഭാതം തുടർന്നുള്ള എല്ലാം നേരുന്നു. താങ്ക് യു വെരി മച്ച്. ജോസഫ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും താങ്ക് യു സർ. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ സർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ജോസഫ് സാറിനെ കൂടെ കഴിഞ്ഞിട്ട് ഈ പാട്ട് ഞാൻ ഈയിടയ്ക്കാണ് പഠിക്കാൻ ശ്രമിച്ചത്. അതിന്റെ അപാകതകളൊക്കെ വന്നേക്കാം. എന്നാലും ആ പാട്ടിനോടുള്ള ഇഷ്ടം, ഇപ്പോൾ പറഞ്ഞല്ലോ, നന്ദി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. സത്യദൈവത്തിൻ ഏകപുത്രന അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. താങ്ക് യു. ഇതില് എനിക്ക് ഏറ്റവും
ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത്, യാചിക്കാത്ത നന്മകൾ പോലുമേ, അങ്ങനെ ഒരു വരിയുണ്ടല്ലോ. യാചിക്കാത്ത നന്മകൾ പോലും നമുക്ക് തന്നുകൊണ്ടിരിക്കുക, നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ആണ്. അപ്പോൾ നമ്മൾ യേശുദേവനെ സ്തുതിച്ചുകൊണ്ട് അല്ലെങ്കിൽ യേശുദേവനോട് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ടുകളെങ്കിലും എല്ലാം ഈശ്വരില്ല, ദൈവത്തിലാണ് നമ്മൾ അർപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ സോങ് എന്നോ ഹിന്ദു സോങ് എന്നോ അങ്ങനെയൊന്നും ഇല്ല. ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നന്ദി സമർപ്പിക്കുന്ന ഈ ഒരു എപ്പിസോഡ് നമ്മൾ അങ്ങനെയല്ല ചിന്തിച്ചിരുന്നെങ്കിലും അത് അങ്ങനെ വന്ന് ഭവിച്ചു എന്നുള്ളതാണ്. അതൊക്കെ ഒരു നിയോഗമായിട്ട് നമുക്ക് കരുതാം. നമുക്കതിനുള്ള ഒരു അവസരം കിട്ടിയെന്നുള്ളതാണ്. അതിന് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് 2023 വിട പറയുകയും 2024 വരവേൽക്കുകയും ചെയ്യാം. സന്തോഷത്തോടു കൂടി, വർദ്ധിച്ച സന്തോഷത്തോടു കൂടി, വർദ്ധിച്ച സമ്പത്തോടു കൂടി, ഐശ്വര്യത്തോടു കൂടി നമുക്ക് 2024 വരവേൽക്കാം. സർവേശ്വരൻ തുണയായിരിക്കും. നന്ദി, നമസ്കാരം. സാർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. 23 എല്ലാ താങ്ക് യു സർ. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു. സാറേ, 7-ാം തീയതിത്തെ പരിപാടിയെ കുറിച്ചൊന്നും കേട്ടില്ലല്ലോ. 7-ാം തീയതി ഞാൻ സാറെ വിളിക്കാം സാർ. ഒന്ന് ഫിക്സ് ചെയ്തോട്ടെ. തീരുമാനമായി. തീരുമാനം പറയാം. ഓക്കെ, ബൈ. സീ യു.